Hi friends, ഞാൻ ആര്യ ശങ്കർ AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. ബികോം പഠിക്കുന്ന ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ 2 സിലബസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കോഴ്സുകളാണ് സെമസ്റ്റർ 2 നിങ്ങൾ പഠിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കരിയർ റിലേറ്റഡ് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം ഇൻ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോ ബികോമിൻ്റെ സെമസ്റ്റർ 2 നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സുകൾ ഇവയാണ്. ഇംഗ്ലീഷ് സെക്കൻഡ്, Information and Cyber Law, Business Communication and Office Management, Financial Accounting, Financial Management and Business Regulatory Frameworks. സോ ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾ സെമസ്റ്റർ 2 പഠിക്കേണ്ടത്. സോ ഇവ ഓരോ കോഴ്സിൻ്റെയും സിലബസുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, സെമസ്റ്റർ 2 ഫൗണ്ടേഷൻ കോഴ്സ് ആയിട്ടുള്ള ഇൻഫോർമാറ്റിക് ആൻഡ് സൈബർ ലോസിൽ മൊഡ്യൂൾ 1 ഓവർവ്യൂ ഓഫ് ഇൻഫോർമാറ്റിക്സ്, മീനിങ്, ഫീച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ്, വയർലെസ് ടെക്നോളജി, സെല്ലുലാർ വയർലെസ് നെറ്റ്വർക്ക്, ഇൻട്രൊഡക്ഷൻ ടു മൊബൈൽ ഫോൺ ടെക്നോളജി, പർച്ചേസ് ഓഫ് ടെക്നോളജി ലൈസൻസ്, ഗ്യാരണ്ടി ആൻഡ് വാറണ്ടി, ന്യൂ ഡെവലപ്മെന്റ് ഇൻ ഇൻഫോർമാറ്റിക്സ്. മൊഡ്യൂൾ 2 നോളജ് സ്കിൽസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഡേറ്റ ഇൻഫർമേഷൻ ആൻഡ് knowledge management, internet access method, dial-up, DSL, cable, ISDN, Wi-Fi, internet as a knowledge repository, academic search techniques, creating cyber presence, academic website, open access initiatives, open access publishing model, introduction to use of IT in teaching and learning, educational software, academic service, INFLIBNET, NICNET, BRNET. മൊഡ്യൂൾ 3 സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് ആണ്. അതിൽ IT ആൻഡ് സൊസൈറ്റി, ഇഷ്യൂസ് ആൻഡ് കൺസേൺ, ഡിജിറ്റൽ ഡിവൈഡ്, IT ആൻഡ് ഡെവലപ്മെന്റ്, IT ഫോർ നാഷണൽ ഇന്റഗ്രേഷൻ, ഓവർവ്യൂ ഓഫ് IT ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ, ഹെൽത്ത് കെയർ, ബിസിനസ്, കൊമേഴ്സ്, ഇൻഡസ്ട്രി, ഡിഫൻസ്, ലോ, ക്രൈം ഡിറ്റക്ഷൻ, പബ്ലിഷിംഗ്, കമ്മ്യൂണിക്കേഷൻ, റിസോഴ്സ് മാനേജ്മെന്റ്, വെതർ ഫോർകാസ്റ്റിംഗ്, എഡ്യൂക്കേഷൻ, ഫിലിം ആൻഡ് മീഡിയ, IT ഇൻ സർവീസ് ഡിസേബിൾഡ്, futuristic IT, artificial intelligence, virtual reality, biocomputing, health issues, guidelines for proper usage of computers, internet and mobile phone, e-waste and green computing, impact of IT on language and cultural localization issues. Then module 4 cyber world ആണ്. cyber space, information overload, cyber ethics, cyber addiction, cyber crimes, categories, pose and property, government type, stalking, harassment, threats, security and privacy issues. Module 5 cyber regulation ആണ്. അതിൽ scope of cyber laws, provision under IT Act 2000, cyber related provision under IPC. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് രമേശ് ബാങ്കിയ, ലേണിംഗ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, കാൻ പബ്ലിഷേഴ്സ്, ന്യൂഡൽഹി. അതുപോലെ രാജാറാം ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി, PHI, ന്യൂഡൽഹി. ആൻഡ് ആൾസോ IT Act 2000 എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ കോർ കോഴ്സ് ആയിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 1 കമ്മ്യൂണിക്കേഷൻ ആണ്. മീനിങ്, ഡെഫിനിഷൻ, ഫ്യൂച്ചർ, ഒബ്ജക്റ്റീവ്, പ്രോസസ്, ക്ലാസിഫിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മാനേജ്മെന്റ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. മൊഡ്യൂൾ 2 ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ മീനിങ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, എസെൻഷ്യൽ, മീറ്റിംഗ്സ് ആൻഡ് കോൺഫറൻസ്, പ്രസന്റേഷൻ സ്കിൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസാക്ഷണൽ അനാലിസിസ്, ടെലിഫോൺ കോൺവെർസേഷൻ, ഇന്റർവ്യൂ, എത്തിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എക്സസൈസ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. മൊഡ്യൂൾ 2 റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ മീനിങ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, ഒബ്ജക്റ്റീവ്, എസെൻഷ്യൽ, ഇമ്പോർട്ടൻസ്, ക്വാളിറ്റീസ് ഓഫ് എഫക്റ്റീവ് ലെറ്റേഴ്സ്, ബിസിനസ് ലെറ്റർ, എസെൻഷ്യൽ, സ്ട്രക്ചർ, business report writing, executives of order, reporters, meaning, definition, important and type, preparation of resume, electronic media and communication, importance of media and communication. Module 4 office manager ആണ്. meaning and definition, function, duties and quality of office manager, office, meaning and definition, nature of office work, importance and function of office, meaning and definition of office management, office layout. Then module
5 റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അതിൽ മീനിങ്, ഡെഫിനിഷൻ, സ്കോപ്പ് ഓഫ് റെക്കോർഡ്, മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾ ഓഫ് റെക്കോർഡ് കീപ്പിംഗ്, ഫയലിംഗ്, മീനിങ്, ഡെഫിനിഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയലിംഗ് സിസ്റ്റം, ഇൻഡെക്സിംഗ്, മീനിങ്, ഡെഫിനിഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡെക്സിംഗ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ശർമ്മ ആൻഡ് ഗുപ്ത, ഓഫീസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, കല്യാണി പബ്ലിഷേഴ്സ്. ദെൻ മറ്റൊരു കോർ കോഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസുകൾ നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ജേർണലിസിംഗ്, പോസ്റ്റിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ബ്രാക്കറ്റ് റിവ്യൂ ഓൺലി, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ബേസിക് കൺസെപ്റ്റ് എന്ന് ബ്രാക്കറ്റിൽ നൽകണം. ദെൻ അക്കൗണ്ടിങ് എറേഴ്സ്, മീനിങ്, ഡെഫിനിഷൻ, ടൈപ്പ്, ഡിറ്റക്ഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, സസ്പെൻസ് അക്കൗണ്ട്. മൊഡ്യൂൾ 2 depreciation accounting, meaning, fixed and reducing balance with adjustment, annuity method, depreciation fund method, insurance policy method, revaluation method, depreciation unit method, machine hour rate method, mileage method, sum of years, digit method, preparation of account for sole trader bracket with advanced adjustment. Module 3 sectional and self balancing ledgers, introduction, THE 3 ledgers, sectional ledgers, total debitors account, total creditors account, self balancing ledgers, scheme of endeavors, transfer from one ledger to another ledger, contra balancing ledgers, distinction between a self balancing and sectional balancing system, advantage and disadvantage of sectional and self balancing ledgers. Module 4 account of hire purchase and installment purchase system, meaning, difference between hire purchase and installment, according entries in the book of purchaser and vendor, default in payment, complete and partial repossession, installment system, entries in the book purchase and seller. Module 5 Voyage package and containers account, Voyage account, meaning, advantages, preparation of Voyage account, Voyage in progress, accounting for package and containers, accounting treatment, containers trading account, containers provision account. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ഗുപ്ത RL ആൻഡ് രാധസ്വാമി എം അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, സുൽത്താൻ ചന്ദ് സൺസ്, ന്യൂഡൽഹി. അതുപോലെ തന്നെ ശുക്ല MC ഗ്രേവൽ TS ആൻഡ് SC ഗുപ്ത അഡ്വാൻസ് അക്കൗണ്ട് ചാന്ദ് ആൻഡ് കോ ലിമിറ്റഡ്, ന്യൂഡൽഹി എന്ന് പറയുന്ന ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ മറ്റൊരു കോർ കോഴ്സായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന കോഴ്സിന്റെ സിലബസ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ, മീനിങ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, wealth maximization, finance function, time value of money. Module 2 investment decision, capital budgeting, determination of cash flow, evaluation method, non-discounted and discounted payback, ARR, NPV, IRR, profitability index, interpretation of results. Module 3 financing decision, source of finance, equity, debit, institutional finance bracket Indian and overseas, cost of capital, cost of debit, cost of preferential optional, cost of equity, cost of retained earnings, composite cost of capital, capital structure, factors determining capital structure, capital gearing, operating leverage, financial leverage. Module 4 management of working capital, അതിൽ meaning, type, determinants, estimation of working capital requirement, cash management, receivable management, inventory management bracket basic concept. Then module 5 ഡിവൈഡ് ആൻഡ് ഡിസിഷൻ ആണ്. ഡിവൈഡ് ആൻഡ് പോളിസി, കൺസർവേറ്റീവ് വേഴ്സസ് ലൈബ്രറി പോളിസി, ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഡിവൈഡ് ആൻഡ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവൈഡ് ആൻഡ് പോളിസി. ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് ശശി K ഗുപ്ത ആൻഡ് ശർമ്മ RK ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ പാണ്ഡ IA ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രസന്ന ചന്ദ്ര ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബുക്ക് നിങ്ങൾക്ക് ഇതിൽ വേണ്ടി റെഫർ ചെയ്യാം. ദെൻ മറ്റൊരു കോംപ്ലിമെന്ററി കോഴ്സ് ആയിട്ടുള്ള ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിന്റെ സിലബസ് കൂടെ നമുക്ക് നോക്കാം. Module 1 introduction to law, meaning of law, definition of law, importance of law, branch of law, source of law, mercantile law, important source, other business regulations, statutory and professional objective, അതിൽ ബ്രാക്കറ്റിൽ basic study only എന്ന് കൊടുക്കണം. Module 2 law of contract, the Indian contract at 1872, definition of contract, law of contract, nature of contract, classification, essential element of a contract, offer and acceptance, consideration, capacity of parties, coercion, unity, influence, fraud, misrepresentation, mistake, free consent, illegality of object and consideration, performance of contract, discharge of contract, breach of contract, remedies for breach of contract.
മൊഡ്യൂൾ 3 സ്പെഷ്യൽ കോൺട്രാക്ട്, ബെയിൽമാൻ ആൻഡ് പ്ലേഡ്, ബെയിൽമാൻ ഡെഫിനേഷൻ, എസെൻഷ്യൽ എലമെന്റ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലർ, ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്, പ്ലെഡ്ജ് എസെൻഷ്യൽ, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ ആൻഡ് പോണന്റ്, ഇൻഡിമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ഇൻഡിമിനിറ്റി ഡെഫിനേഷൻ, നേച്ചർ ഓഫ് ലയബിലിറ്റി ഓഫ് സുർട്ടെ, റൈറ്റ് ഓഫ് സർവേ, discharge of survey, meaning and definition of guarantee, law of agency, essential kind of agent, right and duties agent and principle, creation of agencies, determination of agency contract. Module 4 Sale of Good Act 1913, meaning of contract of sale, information of contract of sale, goods and their classification, condition and warranties, transfer of property in goods, performance of contract of sale, unpaid seller and its rights. Module 5 Regulatory Authority, Silent Features and Function, IRDA TRIA, Intellectual Property Rights, meaning, patent right, trademark, copyright, plagiarism, right to information Act 2005, object of the Act, information to be disclosed by public authority, expedition from sources of information, request for obtaining information, Central Information Commission, State Information Commission, powers and function of Information Commission. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് കപൂർ ഇന്ത്യ ബിസിനസ് ലോ, സുൽത്താൻ ചന്ദൻ സൺസ്, അതുപോലെ തന്നെ ചാന്ദ PR ബിസിനസ് ലോ, ഗജ്ഗോഡെ ന്യൂഡൽഹി. ആൾസോ നിങ്ങൾക്ക് ബെയർ ആക്ട്, കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ് ആക്ട്, RTA ആക്ട് 2005, IRDA ട്രയ എന്ന ബുക്കും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവ ഇത്രയുമാണ് BCom സെമസ്റ്റർ 2 നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നിട്ടുള്ള കോഴ്സുകളും അതിൻ്റെ സിലബസുകളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.